ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂർമ്മ ബുദ്ധിയോടെ ഗെയിം കളിക്കുകയും നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ. ഇപ്പോൾ പവർ ടീം അംഗവുമാണ് ജിൻഡോ. ഇപ്പോഴിതാ ജിൻഡോ ഋഷിയുമായും അർജുനുമായും സംസാരിക്കവേ പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. തന്റെ നിലനിൽപ്പിനെ ബാധിച്ചാൽ കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയായാലും മോഹിച്ച പെണ്ണാണെങ്കിലും താൻ തട്ടിക്കളയുമെന്നാണ് ജിൻഡോ പറഞ്ഞത്. ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി വന്ന് ജിൻഡോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പ്രേക്ഷകർക്കും അത്ര സ്വീകാര്യമായില്ല. സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ ഒരു നുണ പറയാത്ത ആരാണ് ഈ ലോകത്തുള്ളത് എന്നും തന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയായാലും മോഹിച്ച പെണ്ണാണെങ്കിലും താൻ തട്ടിക്കളയും. അതാണ് എന്റെ സ്ട്രാറ്റജി. ഇത് തന്നെയാണ് താൻ പുറത്തിറങ്ങിയാലും പറയുക. ബിഗ് ബോസിൽ എനിക്ക് കപ്പടിക്കുക എന്നത് എന്റെ നിലനിൽപ്പാണ് എന്നും ജിൻഡോ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ വ്യൂ ഉണ്ട്. തന്റെ വ്യൂ ആണിതെന്നും താൻ വലിയ സത്യസന്ധനൊന്നുമല്ല എന്നും. സാധാരണ ആളുകൾ പറയും അവർ ഭയങ്കര സത്യസന്ധനാണെന്ന്. എന്നാൽ ആരും ഇവിടെ സത്യസന്ധരൊന്നുമല്ല എന്നും എല്ലാവരും അവരവരുടെ കാര്യങ്ങളാണ് കാണുന്നത് എന്നുമാണ് ജിൻഡോ പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യം നുണ പറയാറില്ല എന്നാണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ നുണ എന്നാണ് ജിൻഡോ ഋഷിയോടും അർജുനോടും സംസാരിക്കവേ പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ പ്രേക്ഷകരിൽ നിരവധി പേർ ജിൻഡോയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ജിൻഡോയ്ക്ക് എല്ലാവരും കൂടി ചേർന്ന് നൽകിയ മണ്ടൻ ഇമേജ് കാരണം ഈ പറഞ്ഞതൊക്കെ തനിയെ മാഞ്ഞു പോകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇത് മറ്റാരെങ്കിലുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ വലിയ ചർച്ചാ വിഷയവും ട്രോളുകളും ഒക്കെ ആയനെ എന്നും പറയുന്നുണ്ട്. മണ്ടൻ മുഖം മൂടിയിട്ട ജിൻഡോയുടെ തനി നിറം പുറത്തു വരുന്നുണ്ട്. പച്ച മനുഷ്യൻ ചുവപ്പായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ. ജിൻഡോയും രസ്മിനുമാണ് ഇപ്പോൾ പവർ ടീം അംഗങ്ങൾ. പക്ഷേ ഇരുവരുടെയും പല നിയമങ്ങളും തുഗ്ലക് പരിഷ്കാരം എന്നാണ് മറ്റ് ഹൗസ് മേറ്റ്സും പ്രേക്ഷകരും പറയുന്നത്. ഈ സീസണിൽ ആദ്യം ജയിൽവാസം അനുഭവിച്ച മത്സരാർത്ഥികളിൽ ഒരാളും ജിൻഡോയാണ്. നിഷ്കളങ്കത നിറഞ്ഞ പെരുമാറ്റവും തമാശകളും ഗെയിമിലെ മികച്ച പ്രകടനങ്ങളും എല്ലാമാണ് ജിൻഡോയെ നിഷ്കളങ്കനും പച്ച മനുഷ്യനുമായി പ്രേക്ഷകർ വിലയിരുത്താൻ കാരണമായത്. എന്നാൽ പുതിയ വീഡിയോ പുറത്തു വന്നതോടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ശക്തരായി മത്സരിച്ചു കൊണ്ടിരുന്ന പല മത്സരാർത്ഥികളും ഇതിനോടകം ഹൗസിൽ നിന്നും എവിക്റ്റായി പുറത്തുപോയി കഴിഞ്ഞു. ഇപ്പോൾ ഹൗസിൽ 15 മത്സരാർത്ഥികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഏറ്റവും അവസാനമായി ഹൗസിൽ നിന്നും പുറത്തായത് സുരേഷ് മേനോനും അസി റോക്കിയുമാണ്. അസി റോക്കി അടക്കമുള്ള മത്സരാർത്ഥികൾ ഇമേജ് ഭയമില്ലാതെ ഗെയിം കളിച്ചവരാണ്. അതുകൊണ്ട് തന്നെ റോക്കിയെ പോലെയുള്ളവർ എപ്പോഴും സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നതിനാൽ മറ്റുള്ള പല മത്സരാർത്ഥികളുടെയും ഗെയിം പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അസി റോക്കി പുറത്താവുകയും സിജോ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തതോടെ ജിൻഡോ അടക്കമുള്ള മത്സരാർത്ഥികളുടെ ഗെയിം പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചുവെന്നുമൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.